ഇന്ന് രാത്രി ചിന്തിക്കുവാൻ വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 21 അധ്യായം 25 വാക്യം മുതൽ 28 വാക്യം വരെ വായിക്കാം. സൂര്യനിലും ചന്ദ്രനിലും നക്ഷത്രങ്ങളിലും ലക്ഷ്യങ്ങൾ ഉണ്ടാകും. കടലിന്റെയും ഓളത്തിന്റെയും മുഴക്കം നിമിത്തം ഭൂമിയിലെ ജാതികൾക്ക് നിരാശയോട് കൂടിയ പരിഭ്രമം ഉണ്ടാകും. ആകാശത്തിന്റെ ശക്തികൾ ഇളകിപ്പോകുന്നതിനാൽ ഭൂലോകത്തിന് എന്തു ഭവിപ്പാൻ പോകുന്നു എന്ന് പേടിച്ചും നോക്കിപ്പാർത്തും കൊണ്ട് മനുഷ്യർ നിർജീവന്മാരാകും. അപ്പോൾ മനുഷ്യപുത്രൻ ശക്തിയോടും മഹാ തേജസ്സോടും കൂടെ മേഘത്തിൽ വരുന്നത് അവർ കാണും. ഇത് സംഭവിച്ചു തുടങ്ങുമ്പോൾ നിങ്ങളുടെ വീണ്ടെടുപ്പ് അടുത്തു വരുന്നത് കൊണ്ട് നിവർന്നു തല പൊക്കുവിൻ. അപ്പോൾ ചില സംഭവങ്ങൾ കർത്താവ് പറഞ്ഞു, അപ്പോൾ മനുഷ്യപുത്രൻ തേജസ്സോടെ വരുന്നത് അവർ കാണും. ആരാ? കാത്തിരിക്കുന്നവർ. ഇത് സംഭവിച്ചു തുടങ്ങുമ്പോൾ നിങ്ങളുടെ വീണ്ടെടുപ്പ് അടുത്തുകൊണ്ട് നിവർന്ന് തല പൊക്കുവിൻ. സന്തോഷമുള്ളവരെല്ലാ കരങ്ങളെയും ദൈവത്തെ സ്തുതിച്ചാൽ. പ്രൈസ് ഗോഡ്. ഇന്നലെ രാത്രിയിൽ നമ്മൾ ചിന്തിച്ചു, കർത്താവിന്റെ വരവിന് ശേഷം 7 വർഷം ഭരിക്കുന്ന എതിർ ക്രിസ്തുവിന് വേണ്ടിയുള്ള ക്രമീകരണങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു. നെറ്റിമേലും കൈമേലും മുദ്രയുള്ളവർക്കല്ലാതെ വിൽക്കുകയോ വാങ്ങുകയോ ചെയ്യുവാൻ സാധിക്കത്തില്ല എന്ന് 2000 വർഷങ്ങൾക്ക് മുൻപേ വെളിപ്പാട് 13:16 എഴുതിയെങ്കിൽ ഇന്ന് ലോകത്തിൽ നിറവേറുവാൻ തുടങ്ങി ഹ്യൂമൻ ട്രാക്കിംഗ് സബ്ഡെർമൽ ഇംപ്ലാന്റിംഗ് ടെക്നോളജി. നെറ്റിയിലും വലത്തെ കൈയിലും ചിപ്പ് വെച്ച് നിയന്ത്രിക്കാമെന്ന് സയൻസ് കണ്ടുപിടിച്ചെങ്കിൽ ഇന്ത്യയിൽ 1.5 വർഷങ്ങൾക്കകം എല്ലാവർക്കും നമ്പർ ലഭിക്കുവാൻ തുടങ്ങുമെന്ന് വായിച്ച് നിങ്ങൾക്കറിയാം. ഗവൺമെന്റ് 100 കോടി രൂപ ചെലവാക്കി നന്ദൻ നീലക്കനി ഇൻഫോസിസ് ചെയർമാനെ അപ്പോയിന്റ് ചെയ്ത് കഴിഞ്ഞു സകല ആളുകൾക്കും നമ്പർ അടിക്കാൻ. ഇത് സംഭവിച്ചു തുടങ്ങുമ്പോൾ നിങ്ങളുടെ വീണ്ടെടുപ്പ് അടുത്തത് കൊണ്ട് നിവർന്ന് തല ഉയർത്തുവിൻ. ഈ മീറ്റിംഗ് യാദൃച്ഛികമല്ല, ഇത് ദൈവീക നിർണയമാണ്. ഇതൊരു വചനത്തിന്റെ നിർവൃത്തിയാ, ഇതൊരു നിവൃത്തിയാ. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 24 അധ്യായം 14 വാക്യം നിവർത്തിക്കുക. കർത്താവിന്റെ ദാസൻ ഈ മീറ്റിംഗിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ഞാൻ ചിന്തിച്ചു. വായിക്കാം. മത്തായിയുടെ സുവിശേഷം 24:14. രാജ്യത്തിന്റെ ഈ സുവിശേഷം സകല ജാതികൾക്കും സാക്ഷ്യമായി. രാജ്യത്തിന്റെ ഈ സുവിശേഷം ഇവിടെ പ്രസംഗിക്കുന്ന ഒരു വ്യക്തിയെ ഉയർത്താനല്ല, ഒരു സഭയ്ക്കെതിരല്ല, ഒരു മതത്തിനെതിരല്ല. ഇവിടെ പ്രസംഗിക്കുന്നത് രാജ്യത്തിന്റെ സുവിശേഷമാ. നിത്യത അടുത്തു വരുന്നു. മനുഷ്യവർഗത്തിന്റെ പാപങ്ങളുടെ പരിഹാരം, യേശുവിന്റെ രക്തത്തിൽ കൂടിയുള്ള വിടുതൽ മാത്രം സമാധാനം. അത് ലോകത്തിൽ സകല രാജ്യങ്ങൾക്കും സാക്ഷ്യമായി പ്രസംഗിക്കപ്പെടും. അപ്പോൾ അവസാനം സകല ജാതികൾക്കും രക്ഷയ്ക്കല്ല, രക്ഷിക്കപ്പെടണമെങ്കിൽ രക്ഷിക്കപ്പെടാം. സാക്ഷ്യം എത്ര അർത്ഥസമ്പുഷ്ടമാ. കർത്താവിന്റെ ദാസൻ പറഞ്ഞു, 5000 നോട്ടീസ് ഇറക്കി, പേപ്പറിൽ കൊടുത്തു, അദ്ദേഹത്തിന്റെ CD വഴി ആളുകളെ അറിയിച്ചു. ഇത് യാദൃച്ഛികമല്ല, സാക്ഷ്യം. നോക്കിക്കേ, ഇവിടെ എൻ്റെ പ്രഭാഷണം വീഡിയോയിൽ എടുത്തുകൊണ്ടിരിക്കുന്നു. നാളെ രാവിലെയോ 2 ദിവസം കഴിയുമ്പോഴോ അത് DVD ആക്കി നിങ്ങളുടെ കയ്യിൽ ലഭിക്കും. ലഭിച്ചാൽ അത് കാണുന്ന എനിക്ക് നിഷേധിക്കാനൊക്കത്തില്ല. ഐ കാനോട്ട് ഡിനൈ. എൻ്റെ വേഷം, ശബ്ദം എന്നെ തന്നെ ദാലേഖനം ചെയ്യുകയാണ്, നിഷേധിക്കാനൊക്കത്തില്ല. ഇത് തന്നെ ഈ മീറ്റിംഗ് മാത്രമല്ല, മനുഷ്യന്റെ സകല പ്രവൃത്തിയും സ്വർഗം റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുക. ദൈവം നീതിയുള്ള ന്യായാധിപതിയാ. മനുഷ്യൻ ഉരുണ്ട് കളിക്കൊന്നറിയാം. അന്ത്യന്യായവിധിയിലും പറയും, കർത്താവേ ഞാനല്ല, എന്നെ പോലെ ഞങ്ങൾ ഇരട്ടകളാ, അത് ഞാൻ ചെയ്തതല്ല, എന്നെ പോലെ തോന്നിയതാ എന്നെല്ലാം പറയും മനുഷ്യൻ. അതിന് തമ്പുരാന്റെ ദൈവം ഈ ഭൂമിയെ സൃഷ്ടിച്ചിട്ട് ഇവിടെ ചെടി കളിപ്പിക്കും മുന്നേ ചെയ്തത് തമ്പുരാന്റെ ക്യാമറ ആകാശത്തിൽ വെച്ചു. ദൈവത്തിന്റെ വീഡിയോ ക്യാമറ ആകാശത്തിൽ വെച്ചിട്ട് അതെല്ലാം കഴിഞ്ഞ് 4-5 ദിവസം കഴിഞ്ഞാ നമ്മുടെ വല്യപ്പച്ചനായ ആദാമിനെ സൃഷ്ടിച്ചത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. മനസ്സിലായോ? ആദാം പ്രൈസ് ദി ലോർഡ് സൃഷ്ടിക്കപ്പെട്ടത് ദൈവത്തിന്റെ വീഡിയോ ക്യാമറ വെച്ചിട്ടാ. ബാക്കിയെല്ലാം ഇന്ന് ലോകത്തിൽ നടക്കുന്ന സകല പരിപാടികളും തമ്പുരാന്റെ ക്യാമറയിൽ എടുത്തോണ്ടിരിക്കുക. ദൈവത്തിന്റെ വീഡിയോ ക്യാമറയ്ക്ക് സയൻസ് പേരിട്ടിട്ടുണ്ട്. ആകാശം 5 തട്ട: ട്രോപ്പോസ്ഫിയർ, സ്ട്രാറ്റോസ്ഫിയർ, മെസോസ്ഫിയർ, തെർമോസ്ഫിയർ, അയണോസ്ഫിയർ. 5ാമത്തെ തട്ട അയണോസ്ഫിയർ. ഈ ആകാശത്തെ ശൂന്യാകാശത്തോട് തുന്നിച്ചേർക്കും. എന്നാൽ അടിയിലത്തെ 4 തട്ടിൽ 1 ട്രോപ്പോസ്ഫിയർ, നമ്മൾ ഓക്സിജൻ ശ്വസിക്കുന്നത്. 2 സ്ട്രാറ്റോസ്ഫിയർ, ഭൂമിയുടെ കൊട.
3 മെസോസ്ഫിയർ, പിന്നെ ചിന്തിക്കാം 4 തെർമോസ്ഫിയർ. അതെന്താണെന്നറിയാമോ? ദൈവത്തിന്റെ വീഡിയോ ക്യാമറ. ഒന്നാമത്തെ തട്ടിൽ ഓക്സിജൻ, രണ്ടാമത്തെ തട്ടിൽ ഓസോൺ, മൂന്നാമത്തെ തട്ടിൽ സോഡിയം, നാലാമത്തെ തട്ടിൽ ഇതൊന്നുമില്ല. തമ്പുരാന്റെ പരിപാടി, തമ്പുരാന്റെ വീഡിയോ ക്യാമറയ്ക്ക് സയൻസ് ഇട്ടിരിക്കുന്ന പേര് CMBR, കോസ്മിക് മൈക്രോവേവ് ബാക്ക്ഗ്രൗണ്ട് റേഡിയേഷൻ. ആകാശത്തിന്റെ 4ാമത്തെ തട്ടിൽ നിന്നും ലോകത്തിന്റെ ഉൽപ്പത്തി മുതൽ ഇന്ന് വരെ രാത്രിയിലും പകലും, മഞ്ഞിലും മഴയിലും, വെയിലത്തും തണുപ്പിലും എല്ലാം ആകാശത്തിന്റെ 4ാമത്തെ തട്ടിൽ നിന്നും വൈദ്യുതി തരംഗങ്ങളും കാന്ത തരംഗങ്ങളും 2 ചാലകങ്ങളായി ഭൂമിയിലേക്ക് വരും. ഈ ഭൂമിയുടെ മുകൾപ്പിൽ വന്ന് ഏതെങ്കിലും ഒരു ഒബ്ജക്റ്റിൽ മുട്ടിയാൽ, മരത്തിലോ ഇലയിലോ മനുഷ്യനിലോ മൃഗത്തിലോ മേശയിലോ എവിടെ മുട്ടിയാലും വൈദ്യുതി തരംഗവും കാന്ത തരംഗവും ഒന്നാകും. അതിന് പറയുന്ന സയൻസ് ഇട്ടിരിക്കുന്ന പേരാണ്, അത് ഇമ്മീഡിയറ്റ്ലി കൺവേർട്ടായി റേഡിയോ സിഗ്നൽ ആകും. അത് തിരിച്ചു പോകും. എവിടുന്ന് വന്നോ അങ്ങോട്ട് പോകും. നമ്മളെ ഷോർട്ട് വേവ് റേഡിയോ ഓൺ ചെയ്താൽ സ്മൂത്ത്, FM ട്യൂൺ ചെയ്താൽ സ്മൂത്ത്, മീഡിയം വേവ് ട്യൂൺ ചെയ്തേ ആകാശവാണി. വാർത്തകൾ വായിക്കുന്നത് സുഷുമ, പിന്നെ ഒരു പൊട്ടലും ഒരു ചീറ്റലും അല്ലേ? നമ്മളെന്നാ പറയും? റേഡിയോ പൊട്ട. ഞാനും അങ്ങനെ ധരിച്ചത്. ഞാൻ 4 സെറ്റ് മാറി നോക്കി പൊട്ടല് മാറുമോ. വിലയുള്ള സെറ്റ് മേടിച്ചു നോക്കി, നല്ല ഫിലിപ്സിന്റെ ഫൈൻ സെറ്റ്, അതിനും പൊട്ടല്. പിന്നീട് എനിക്ക് മനസ്സിലായത് റേഡിയോ പൊട്ടയല്ല, സ്റ്റേഷന്റെ കുഴപ്പമല്ല. സയൻസ് കണ്ടുപിടിച്ചു, തമ്പുരാന്റെ ക്യാമറയുടെ റേ കയറി പോകുന്നതാണ്. Praise the Lord. Hallelujah. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഇരിക്കുന്ന നിങ്ങളുടെ ഇരിപ്പ് നോക്കിക്കേ. മനുഷ്യൻ ചെയ്ത സകല കുഴച്ചിലും തമ്പുരാൻ അവിടെ റെക്കോർഡ് ചെയ്ത് വെച്ചിരിക്കുക. അന്ത്യന്യായ വിധിയിൽ ഇതിനെല്ലാം വില്ലന്മാരെ അങ്ങോട്ട് കൊണ്ടുവരും. Praise the Lord. നമുക്ക് അന്ത്യന്യായ വിധിയെ കുറിച്ച് ചിന്തിക്കാൻ നേരമില്ല. 10 സാക്ഷിയെ കൊണ്ടുവരും. അതിൽ ഒന്നാം ഒരു സാക്ഷിയാ. എന്താണെന്നറിയാമോ? Praise the Lord. ഇവനെ നിർത്തിയിട്ട് റിവൈൻഡ് ചെയ്തിട്ട് യവൻ ചെയ്ത എവള് ചെയ്ത കുഴച്ചിലെല്ലാം കാണിക്കും. Hallelujah. അതിനാണ് യെഹെസ്കേൽ പ്രവചനത്തിൽ പറയുന്നത്, ഞാൻ നിന്നോട് കണക്ക് തീർക്കുന്ന നാളിൽ നിന്റെ കൈകൾ ബലപ്പെട്ടിരിക്കുമോ? ആർക്കൊഴിയാൻ ഒക്കും? ഒരു മാർഗമുണ്ട്. അവന്റെ പുത്രനായ ക്രിസ്തുവിന്റെ രക്തം സകല പാപവും പൊക്കി മാറ്റും. ഒറ്റ റബ്ബറേ ഉള്ളൂ പാപം മായ്ക്കാൻ, യേശുവിന്റെ രക്തം. എങ്കിൽ ഈ നോട്ടീസ് വായിച്ചത് റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് വായിച്ചത് തമ്പുരാന്റെ ക്യാമറയിലുണ്ട്. അറിയാമോ? നോട്ടീസ് വായിച്ചതും ചുരുട്ടി കളഞ്ഞതും എല്ലാം റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിനകത്ത് നിങ്ങൾ ഇരിക്കുകയല്ലേ, കർത്താവിന്റെ ക്യാമറയിൽ എടുത്തു വെച്ചിരിക്കുക. പ്രൈസ് ദി ലോർഡ്. 2 കാര്യത്തിനാ. ഒന്ന്, കൃപയിൽ വന്നാൽ പ്രതിഫലം കിട്ടാൻ നേരത്തെ ഇത് കാണിക്കും. പ്രൈസ് ദി ലോർഡ്. എനിക്കും നിങ്ങൾക്കും സ്വർഗത്തിൽ ചെല്ലുമ്പോൾ പ്രതിഫലം കിട്ടുമ്പോൾ തരുന്ന കൂട്ടത്തിൽ കാണിക്കും. ഇവിടെ നടന്ന മീറ്റിങ്ങിൽ വന്നതും ബസ് കയറിയത് വീഡിയോ കൊണ്ടതും വീട് കൂട്ടിച്ചിറങ്ങിയതും ഇവിടെ കേട്ടതില്ല റിവാർഡ്. അല്ലെങ്കിൽ ഇവിടുന്ന് ഗുണപ്പെട്ടില്ല എങ്കിൽ ഹല്ലേലൂയ എന്നെ കാണിച്ചിട്ട് പറയും, എൻ്റെ ദാസൻ പ്രസംഗിച്ചപ്പോൾ നീ ഇരുന്ന സീറ്റ്, നീ ധരിച്ച വസ്ത്രം, അതാണ് രാജ്യത്തിന്റെ ഈ സുവിശേഷം സകല ജാതികൾക്കും സാക്ഷ്യമായി ലോകത്തിലൊക്കെയും പ്രസംഗിക്കപ്പെടും. അപ്പോൾ അവസാനം വരും. കരങ്ങളെ ഉയർത്തി സ്തുതിക്കാം. എങ്കിൽ ഹല്ലേലൂയ വളരെ ശ്രദ്ധയോടെ കേൾക്കുക. വളരെ വേഗം നമുക്ക് വിഷയത്തിലേക്ക് വരാം. സന്തോഷമുള്ളവർ ഒന്നുകൂടെ സ്തുതിച്ചേ. ഇനി അറിയാവുന്നവർക്ക് ഞാനൊരു കോഡ് പറയാം. മറ്റേ പുള്ളിയെ ഒന്ന് ഇറക്കി വിട്ടേ. ഇപ്പൊ റെഡിയാ. ഇത് നമുക്ക് തുടരാം. സ്തോത്രം. സഭ ഈ ലോകത്തിൽ, ഞാൻ ആദ്യത്തെ ദിവസം പറഞ്ഞു, ഈ ലോകത്തിൽ ഒന്നാമത് നടക്കാൻ പോകുന്ന ആറ്റം യുദ്ധമല്ല. ഇതെല്ലാം വരും. എന്നാൽ ഇനി ഏറ്റവും വേഗം നടക്കാൻ പോകുന്നത് വിശുദ്ധന്മാർ രൂപാന്തരപ്പെടും. നമ്മൾ ആദ്യത്തെ ദിവസം ഇത് പഠിച്ചതാ, ചിന്തിച്ചതാ സയൻസിൽ കൂടി. പരിശുദ്ധാത്മാവിന്റെ അഭിഷേകമുള്ളവർ രൂപാന്തരപ്പെടും. പണമുള്ളവർ രൂപാന്തരപ്പെടുമെന്നല്ല, പഠിത്തമുള്ളവർ രൂപാന്തരപ്പെടുമെന്നല്ല, സൗന്ദര്യമുള്ളവർ രൂപാന്തരപ്പെടുമെന്നല്ല. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്. അവനാലല്ലോ നിങ്ങളുടെ വീണ്ടെടുപ്പ് നാളിനായി മുദ്രയിട്ടിരിക്കുന്നത്. അപ്പൊ നമ്മളവർക്കും നമ്മളങ്ങ് രൂപാന്തരപ്പെട്ടു അല്ലേ? ഒരു വാക്യം നിങ്ങൾ കേൾക്കണം. ഈ സംഭവിക്കാനുള്ള എല്ലാറ്റിൽ നിന്നും ഒഴിഞ്ഞു പോകാൻ, മത്തായിയുടെ സുവിശേഷത്തിലുണ്ട്, ഈ സംഭവിക്കാനുള്ള എല്ലാറ്റിൽ നിന്നും ഒഴിഞ്ഞു പോകണം. റാപ്ചർ എന്ന് പറയുന്ന സംഭവം നമുക്കൊരു അനുഭവമാണെങ്കിൽ ലോകത്തിനൊരു ആക്സിഡന്റാ. പ്രൈസ് ദി ലോർഡ്. ശ്രദ്ധിച്ചോണം. എന്താ റാപ്ചർ എന്ന് വേഗം പറഞ്ഞിട്ട് വേണം. സഭ എടുക്കപ്പെടും, വ്യക്തി എടുക്കപ്പെടും. എങ്ങനെ എടുക്കപ്പെടും? എന്റെ പ്രിയൻ ഈ തലമുറയിൽ ആകാശ മേഘത്തിൽ വരും.
കാത്തിരിക്കുന്ന ഭക്തരെ രൂപാന്തരപ്പെടുത്തി മേലോട്ട് കൊണ്ടുപോകും. ഈ ലോകം ഒരു ശവപ്പറമ്പായി മാറും. ഈ ഓഡിറ്റോറിയത്തിൽ എന്ത് സംഭവിച്ചെന്ന റോഡിൽ അറിയത്തില്ല. Praise the Lord. പരിശുദ്ധാത്മാവ് മാറും. എന്താ? വളരെ വേഗം നമുക്ക് ചിന്തിക്കാം. മറുരൂപപ്പെട്ട 3 സംഭവമുണ്ട്. 1, ഹാനോക്ക് രൂപാന്തരപ്പെട്ടു. 2, താബോർ മലയിൽ കർത്താവായ യേശു രൂപാന്തരപ്പെട്ടു. 3, ഏലിയാവ് രൂപാന്തരപ്പെട്ടു. ഈ 3-നകത്ത് ചില പൊതു തത്വമുണ്ട്. 1, ഹാനോക്ക് രൂപാന്തരപ്പെട്ടു. ഹാനോക്ക് വിവാഹിതനും മക്കളുള്ളവനുമായിരുന്നു. അതുകൊണ്ട് കുടുംബജീവിതം രൂപാന്തരപ്പെടാൻ ഒരു തടസ്സവുമല്ല. ഫാമിലി ലൈഫ് ഈസ് നോട്ട് ആൻ ഒബ്സ്ട്രക്ഷൻ ഫോർ ട്രാൻസ്ഫോർമേഷൻ. 2, കർത്താവ് രൂപാന്തരപ്പെട്ടു. കർത്താവ് രൂപാന്തരപ്പെട്ടപ്പോൾ എന്താ സംഭവിച്ചത്? കർത്താവിന്റെ ശരീരം നല്ല വെണ്മയായിട്ട് മാറി, മിന്നൽ പോലെ. ഉള്ളിലൊരു മേഘം വന്നു. 3-ാമത്തതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഏലിയാവ് രൂപാന്തരപ്പെട്ടു. 2 രാജാക്കന്മാർ 2-ാം അധ്യായം 11-ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട് ഏലിയാവ് രൂപാന്തരപ്പെട്ടത് എങ്ങനെയാണെന്ന്. ഒന്ന് നോക്കിക്കോണേ. അവർ സംസാരിച്ചു കൊണ്ട് നടക്കുമ്പോൾ, അവരെന്ന് പറഞ്ഞാൽ ആരാന്നറിയാവോ? ഏലിയാവും തന്റെ ശിഷ്യനായ എലീശായും അവരിങ്ങനെ സംസാരിച്ചുകൊണ്ട് പോവുക. ഏലിയാവും എലീശായും സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ അടുത്തത് എല്ലാവരും ശ്രദ്ധിച്ചു കേട്ടോണം. അഗ്നിരഥവും അഗ്നി അശ്വങ്ങളും വന്ന് അവരെ തമ്മിൽ വേർപിരിച്ചു. അവരെ തമ്മിൽ രണ്ടുപേരും സംസാരിച്ചുകൊണ്ട് പോകുമ്പോൾ അഗ്നി ഇറങ്ങി രണ്ടുപേരെ 2ആക്കി മാറ്റി. അടുത്തത്, അങ്ങനെ ഏലിയാവ് ചുഴലിക്കാറ്റിൽ സ്വർഗത്തിലേക്ക് കയറി. ഏലിയാവ് എങ്ങനെ കയറിയെന്നറിയാമോ? ചുഴലിക്കാറ്റിൽ. സൈക്ലോൺ അടിച്ചു. ഇയ്യോബിന്റെ പുസ്തകം 38 കാണാം. യഹോവയായ ദൈവം ഇയ്യോബിനോട് സംസാരിക്കാൻ ഇറങ്ങി വന്നു. യഹോവയായ ദൈവം ഇയ്യോബിനോട് സംസാരിക്കാൻ ഇറങ്ങി വന്നപ്പോൾ എന്ത് സംഭവിച്ചു? വായിക്കാം. അനന്തരം യഹോവ ചുഴലിക്കാറ്റിൽ ഇറങ്ങി വന്നു. നോക്കിക്കേ, എലിയാവിനെ മാറ്റുവാൻ ചുഴലിക്കാറ്റ്. യഹോവ ഇറങ്ങിയപ്പോൾ ചുഴലിക്കാറ്റ്. സീനായി പർവ്വതത്തിൽ പുറപ്പാട് പുസ്തകം 19-ാം അധ്യായം 16-ാം വാക്യത്തിൽ പറയുന്നു, ദൈവത്തിന്റെ സാന്നിധ്യം ഭൂമിയിലേക്ക് വന്നു. The presence of God, praise the Lord, descended to the universe. എന്തോ സംഭവിച്ചെന്നേരം വായിക്കാം. 19:16. 3-ാം ദിവസം നേരം വെളുത്തപ്പോൾ ഇടിമുഴക്കവും മിന്നലും പർവ്വതത്തിൽ കാർമേഘവും മഹാഗംഭീരമായ കാഹളധ്വനിയും ഉണ്ടായി. പാളയത്തിലുള്ള ജനമൊക്കെയും നടുങ്ങി. അവര് സ്തോത്രം പറഞ്ഞല്ല, നടുങ്ങി. വില്ലന്മാരെല്ലാം വിറച്ചുപോയി. എബ്രായത്തിൽ പറഞ്ഞ് മോശ പോലും പറഞ്ഞു, എന്റെ കർത്താവ് എനിക്ക് നിൽക്കാൻ മേല, ഞാൻ വിറയ്ക്കുന്നു. ജനം പറഞ്ഞു, എന്റെ പൊന്നെ ഞങ്ങൾ ഇവിടെ നിന്നോളാം, കാരണം ഇറങ്ങിയത് മഹോന്നതനാ. മഹോന്നതൻ ഇങ്ങോട്ട് ഇറങ്ങുക. സൃഷ്ടിതാവ് ഇറങ്ങി സൃഷ്ടിയുടെ ഇറക്കുക. അപ്പോൾ വരാൻ പോകുന്ന യേശുവാരാ? ദൈവം. അവനവന്റെ തേജസ്സിന്റെ പ്രഭയും തത്വത്തിന്റെ മുദ്രയും സകലതും തന്റെ ശക്തിയുള്ള വചനത്താൽ വഹിക്കുന്നവനും ആകെ കൊണ്ട്. എബ്രായ ലേഖനം 1 കാണാം. ആ യേശു ഇങ്ങോട്ട് വരിക. അപ്പൊ പൗലോസ് ശ്ലീഹ പറയുന്നു, നമ്മൾ എങ്ങനെ എടുക്കപ്പെടും? നിങ്ങൾ ശ്രദ്ധിച്ചോണം. മറ്റേ പുള്ളി ഇടയ്ക്ക് കയറി വരുന്നത് ഓടിച്ചു വിട്ട്. പൗലോസ് ശ്ലീഹ പറയുന്നുണ്ട് നമ്മൾ എങ്ങനെ എടുക്കപ്പെടും. 1 തെസ്സലോനിയർ 4:17 വായിച്ചേ. 1 തെസ്സലോനിയർ 4:17. പിന്നെ ജീവനോടെ ശേഷിക്കുന്ന, അമ്മാമെ കൊണ്ട് സഹായിക്കണം. പിന്നെ ജീവനോടെ ശേഷിക്കുന്ന അടുത്ത 104 സങ്കീർത്തനത്തിൽ വെച്ചേക്കണം. 104 സങ്കീർത്തനം. പിന്നെ ജീവനോടെ ശേഷിക്കുന്ന നാം അവരോടൊരുമിച്ച് ആകാശത്തിൽ കർത്താവിനെതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. നമ്മൾ എങ്ങനെ എടുക്കപ്പെടാൻ പോകുന്ന അറിയാവോ? മേഘങ്ങളിൽ. ഒന്ന് പറഞ്ഞേ, എങ്ങനെയാ? സ്തോത്രം. ഇനി ശ്രദ്ധിച്ചോ, 104 സങ്കീർത്തനം 3-ാം വാക്യത്തിൽ കാണാം, ദൈവത്തിന്റെ വാഹനം എന്നതാ? സാൻഡ്രോയാണോ, ബെൻസാണോ, അതോ വേറെ ഷെവർലെറ്റ് ആണോ? എന്തുവാ ദൈവത്തിന്റെ വാഹനം? വായിക്കാം. അവൻ തന്റെ പള്ളിയറകളുടെ തുലാങ്ങളെ വെള്ളത്തിന്മേൽ നിരത്തുന്നു. അടുത്തത്, മേഘങ്ങളെ തന്റെ തേരാക്കി കാറ്റിൻ ചിറകിന്മേൽ he is making chariot as his vehicle. hallelujah. Clouds as his chariot. അവൻ മേഘങ്ങളെ തന്റെ തേരാക്കി കാറ്റിൻ ചിറകിന്മേൽ സഞ്ചരിക്കുന്നു. ശ്രദ്ധിച്ചോ, he is making clouds as his chariot. അവൻ മേഘങ്ങളെ തന്റെ തേരാക്കുന്നു. ശ്രദ്ധിച്ചോണം. പൗലോസ് പറഞ്ഞു, നാം മേഘങ്ങളിൽ എടുക്കപ്പെടും. സങ്കീർത്തനത്തിൽ പറയുന്നു, തമ്പുരാന്റെ വാഹനം മേഘം.
50 സങ്കീർത്തനം 3-ാം വാക്യത്തിൽ പറയുന്നു, നമ്മുടെ ദൈവം വരുന്നു. നമ്മുടെ ദൈവം വരുന്നു, നമ്മുടെ ദൈവം വരുന്നു. അതിന്റെ മുമ്പിൽ സാമ്പ്രാണി കത്തിക്കുമെന്നല്ല, കേട്ടോണം എന്ന സംഭവം കേട്ടോണം. 50-ാം സങ്കീർത്തനം 3-ാം വാക്യം. നമ്മുടെ ദൈവം വരുന്നു, Yes. മൗനമായിരിക്കയില്ല, അവന്റെ മുമ്പിൽ തീ ദഹിപ്പിക്കുന്നു. സന്നാഹത്തോടെ വരിക, തീ ദഹിപ്പിക്കുന്നു. അടുത്തത്, അവന്റെ ചുറ്റും വലിയൊരു കൊടുങ്കാറ്റടിക്കുന്നു. ശ്രദ്ധിച്ചോ, കൊടുങ്കാറ്റടിക്കുന്നു. തന്റെ ജനത്തെ ന്യായം മതി, അവന്റെ ജനത്തെ ചുറ്റിലും എന്തുണ്ടാകുന്നു? കൊടുങ്കാറ്റടിക്കുന്നു. അപ്പോൾ നിങ്ങൾ വായിച്ച് ശ്രദ്ധിച്ചോ, കർത്താവിന്റെ സാന്നിധ്യത്തിൽ സംഭവിക്കാൻ പോകുന്നത് 1 കൊടുങ്കാറ്റ്, 2 മേഘങ്ങൾ, 3 തീയെ. ഇതെല്ലാം സംഭവിക്കും. ദൈവത്തിന്റെ വാഹനം മേഘം. ഏലിയാവ് എടുക്കപ്പെട്ടത് ചുഴലിക്കാറ്റിൽ. പൗലോസ്ലീഹ പറയുന്നു, നാം മേഘങ്ങളിൽ എടുക്കപ്പെടും. എങ്കിൽ എത്ര ഒരുക്കമായി. നിങ്ങൾ ലോകത്തിലേക്ക് നോക്കിക്കേ, എന്താണ് ഈ 1980 ശേഷം ക്ലൈമറ്റിക്കൽ പ്രത്യേകത എന്താണ്? മെട്രോളജിസ്റ്റ്, കാലാവസ്ഥ പഠിക്കുന്നവരുണ്ടല്ലോ, അവർക്കറിയാം 1980 ശേഷം കാലാവസ്ഥയിൽ വന്ന വ്യതിയാനം ശക്തമായ ചുഴലിക്കാറ്റ്, സൈക്ലോൺ എങ്ങനെ ഉണ്ടാകുന്നു? സ്തോത്രം, പ്രൈസ് ദി ലോർഡ്. 23 ഡിഗ്രി ആവറേജ് ചൂട് മതി കടലിന്റെ മുകളിൽ. അതെല്ലാം മാറി പുറകെ നമ്മൾ ചിന്തിക്കുക സമയം ലഭിച്ചാൽ. 50 ഡിഗ്രി 60 ഡിഗ്രി ചൂടാകുമ്പോൾ വായു മേലോട്ട് പോകും. ഈ വായുവിലേക്ക് വെള്ളം ഉയരുന്നത് മാത്രമല്ല, വായു ചൂടാകുന്നു. വായു ചൂടാകുമ്പോൾ തണുത്ത കാറ്റ് കയറി വരും. ശ്രദ്ധിച്ചോണേ, തണുത്ത കാറ്റ് കയറി വരുമ്പോൾ വായുവിനകത്ത് നീരാവി കയറും. ശ്രദ്ധിക്കണേ, സൈക്ലോൺ. അന്നേരം ഇങ്ങനെ ചുഴലി പോലെ കിടന്ന് കറങ്ങും. സർക്കിൾ രൂപത്തിൽ വായു കറങ്ങും. അതിൻ്റെ പേരാ ചുഴലിക്കാറ്റ്. അങ്ങനെ ചുഴലിക്കാറ്റ് അടിക്കുമ്പോൾ ഒരു സംഭവം ഉണ്ടാകും. ഈ കയറുന്ന വായു മാറുമ്പോൾ, വെള്ളം നീരാവിയായിട്ട് കയറുമ്പോൾ അന്തരീക്ഷത്തിലെ പൊടി ചില വെള്ളം കവർ ചെയ്യും. അത് ഐസ് കട്ടയാകും. അത് മേലോട്ട് കയറും. വെള്ളം ഇങ്ങോട്ട് മേലോട്ട് പോവുക, നീരാവിയായിട്ട് പോകുമ്പോൾ അന്തരീക്ഷത്തിലെ പൊടിയുണ്ടല്ലോ, ആ പൊടി ഈ വെള്ളം കവർ ചെയ്ത് കട്ടയാകും. അതിന് നാടൻ ഭാഷയെ പറയാം ആലിപ്പഴം. ഐസ് കട്ട അല്ല, ചക്കപ്പഴം പോലുള്ളതല്ല. ചെറിയ ഐസ് മേലോട്ട് കയറും. അതിൻ്റെ കൂടെ സാധാരണ നീരാവിയും കയറും. കേട്ടോണേ, ആകാശത്തിന്റെ മുകളിൽ ചെല്ലുമ്പോൾ കാറ്റടിക്കുമ്പോൾ ഇവത് ഒരയും. ഐസ് കട്ടയും ജലഗണങ്ങളും കൂടെ ഒരയുമ്പോൾ ഇലക്ട്രിക്കൽ സിസ്റ്റം ഉണ്ടാകും, വൈദ്യുതി ഉണ്ടാകും. അതിൻ്റെ പേരാ മിന്നല്. അന്നേരം വായു ചൂടായിട്ട് പൊട്ടും. ചൂട് കേൾക്കണോ? 25,000 ഡിഗ്രിയിൽ വായു ചൂടാകും. ഐസ് കട്ടയും ജലഗണങ്ങളോട് ഒരയുമ്പോൾ, സ്പാർക്കിങ്ങിൽ വൈദ്യുതി ഉണ്ടാകുമ്പോൾ വായു 25,000 ഡിഗ്രിയിൽ ചൂടടിച്ച് പൊട്ടും. അതിനാ നമ്മൾ പറയുന്നത് ഇടി. 25,000 ഡിഗ്രിയിൽ ചൂടാകും, വായു പൊട്ടും. അതാണ് ഇടി. അതിൻ്റെ ശേഷം മിന്നൽ. ശ്രദ്ധിച്ചോണം, അതോടുകൂടി ചുഴലിക്കാറ്റ്. എങ്കിൽ ഈ കാലത്ത് എന്താ സംഭവിച്ചെന്നറിയാമോ? ചുഴലിക്കാറ്റ് വർദ്ധിക്കുന്നു. ചുഴലിക്കാറ്റ് വർദ്ധിച്ചാൽ എന്തോ സംഭവിക്കും? കഴിഞ്ഞ കാലത്തേക്ക് നിങ്ങൾ നോക്കിക്കേ. ചുഴലിക്കാറ്റ് സംഭവിച്ചാൽ എന്ത് പറ്റും? ഹല്ലേലൂയ. ഫ്ലോറിഡയിൽ അടിച്ചു, അതിനൊരു പേരിട്ടു റീത്ത. അതിനപ്പുറത്തൊരെണ്ണം അടിച്ചു കത്രീന. ആളെത്ര പോയെന്നറിയാമോ? പ്രൈസ് ദി ലോർഡ്. ലക്ഷക്കണക്കിന് ആളുകൾ പോയി. വേണ്ട, നമ്മുടെ അയൽ രാജ്യമായ മൻമൂർ, പഴയ ബർമ, അവിടെ ഈ കഴിഞ്ഞ വർഷം അടിച്ചു. 1,00,000 പേര് മരിച്ചു. 1,00,000 പേരെ കണ്ടില്ല. നമ്മുടെ രാജ്യത്തടിച്ചു, ബംഗ്ലാദേശിലടിച്ചു, ഒറീസയിലടിച്ചു, ഗുജറാത്തിലടിച്ചു. അനേകരെ കണ്ടില്ല. ഇതെല്ലാം വെറും 120-130 കിലോമീറ്റർ സ്പീഡിൽ മാത്രമേ ഉള്ളൂ. ഇനിയും അടുത്തത് ശ്രദ്ധിച്ചോണം. 1978 അമേരിക്കയിലെ കെൻസാസിൽ ഒരു സൈക്ലോൺ അടിച്ചു. 78 ബോഗി ഉണ്ടായിരുന്ന ഒരു ഗുഡ്സ് ട്രെയിൻ പൊക്കിയെടുത്ത് മാറ്റിവെച്ചു. അതിന്റെ ശക്തി നിങ്ങൾ ശ്രദ്ധിച്ചോണം. 78 ബോഗി ഉണ്ടായിരുന്ന ഒരു ഗുഡ്സ് ട്രെയിൻ എടുത്തു മാറ്റിവെച്ചു. അതേ കെൻസാസിൽ 994 ഒരെണ്ണം അടിച്ചു. എന്ത് പറ്റിയെന്നറിയാമോ? ഒരു ഇരുമ്പ് പാലം മുഴുവനോടെ പൊക്കിക്കൊണ്ടുപോയി. നദി അവിടെ കിടപ്പുണ്ട്, പാലം കണ്ടില്ല, കിഴക്ക് വശത്ത് കിടപ്പുണ്ട്. ചുഴലിക്കാറ്റിന്റെ നാശം മനസ്സിലായോ? എങ്കിൽ
ലോകത്തിൽ ഏറ്റവും നല്ലപോലെ കാലാവസ്ഥ പറയുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മസാച്യൂസെറ്റ് ഒരു കാര്യം പറയുന്നു. പ്രൈസ് ദി ലോർഡ്. ഇതുപോലെ ചൂട് കൂടിയാൽ, കടലിന്റെ മുകളിലെ ചൂട് 100 ഡിഗ്രി വന്നാൽ, വരാൻ 24 മണിക്കൂർ മതി. Now it has gone up to 70 to 80. 100 ഡിഗ്രി കടലിന്റെ മുകൾ പരപ്പിൽ ചൂട് വന്നാൽ, അവർ പറയുന്നു, യെരമ്യാ പ്രവചനം 25 എടുത്ത് വെച്ചേക്കണം, അങ്ങനെ വന്നാൽ 24 മണിക്കൂർ മതി ചൂട് വന്നാൽ, കടലിനടിയിലെ വൾക്കാനോസ് അഗ്നിപർവ്വതം പൊട്ടി മേളിൽ വരും. കേട്ടോണേ അടുത്തത്. അങ്ങനെ പൊട്ടിയാൽ, പ്രൈസ് ദി ലോർഡ്, ശക്തമായ 2 ചുഴലിക്കാറ്റുണ്ടാകും. ഒന്ന് ഭൂമധ്യരേഖയിൽ നിന്ന് കിഴക്കോട്ടെ, മറ്റൊന്ന് ഭൂമധ്യരേഖയിൽ നിന്ന് പടിഞ്ഞാട്ടെ. രണ്ടിനും അവർ പേരിട്ട് കഴിഞ്ഞു. കിഴക്കോട്ടടിക്കാൻ പോകുന്നതിനെ അവരിട്ടിരിക്കുന്ന പേരാണ് ഹൈപ്പൻ ഹെൻ. പടിഞ്ഞാറോട്ടടിക്കാൻ പോകുന്നതിനെ അവരിട്ടിരിക്കുന്ന പേരാണ് ഹാരി ഹെൻ. അവർ പറയുന്നു, അതടിച്ചാൽ ഈ ഭൂമിയുടെ സ്ഥിതി എന്തെന്നറിയാനൊക്കത്തില്ല. കടല് കരയാകാം, കര കടലാകാം. വെറും നാമമാത്രമായ വർഷങ്ങൾക്ക് മുൻപേ അവരത് കണ്ടുപിടിച്ചെങ്കിൽ 2600 വർഷം മുമ്പേ പരിശുദ്ധാത്മാവിൽ ലേഖനപ്പെടുത്തിയിട്ടുണ്ട്. യെരമ്യാവ് 25:31 വായിക്കാം, വേഗം വായിക്കാം. ആരവം ഭൂമിയുടെ അറ്റത്തോളം എത്തുന്നു. യഹോവയ്ക്ക് ജാതികളോടൊരു വ്യവഹാരമുണ്ട്. അവൻ സകല ജഡത്തോടും വ്യവഹരിച്ച് ദുഷ്ടന്മാരെ വാളിന് ഏൽപ്പിക്കും എന്ന് യഹോവയുടെ അരുളപ്പാട്. സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, അനർത്ഥം ജാതിയിൽ നിന്ന് ജാതിയിലേക്ക് പുറപ്പെടുന്നു. ദൈവമക്കൾക്കല്ല, ജാതിയിൽ നിന്നും ജാതിയിലേക്ക്. അടുത്തത് കേട്ടോ, ഭൂമിയുടെ അറ്റങ്ങളിൽ നിന്നും വലിയ കൊടുങ്കാറ്റ് ഇളകി വരും. അതാ ഇവര് പറയുന്നത് ഹൈപ്പൻ ഹെൻ, ഹാരി ഹെൻ അടിക്കും. അടുത്തത്, അന്നാളിൽ യഹോവയുടെ നിഹതന്മാർ ഭൂമിയുടെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ വീണ് കിടക്കും. അവരെ കുറിച്ച് ആരും വിലപിക്കുകയില്ല. അടുത്ത വാക്യം, അവരെ എടുത്തു കുഴിച്ചിടത്തില്ല. അടുത്തത്, അവർ നിലത്തിന് വളമായി തീരും. ഇതാണ് റാപ്ചർ. ചെറിയ കേസല്ല. ഞാൻ പറയട്ടെ, വെറും ഒരു കണക്ക് നിങ്ങൾ അറിയാൻ മാത്രം, അക്കൗണ്ടായിട്ട് എടുക്കരുത്, ഉദാഹരണം മാത്രം. എല്ലാവരും പറയുന്നത് തോമസ് മാമൻ ഇങ്ങനെ പറഞ്ഞു, ഇന്ന് 625 കോടി ജനമുണ്ട് പോപ്പുലേഷൻ ലോകത്തിൽ. രക്ഷയുടെ അനുഭവത്തിൽ ജീവിക്കുന്ന ഒരു 100 കോടി ഉണ്ടെന്ന് സങ്കല്പിക്കുക. അവരങ്ങ് പോയി, പുറകെ പറയാം. ബാക്കി 525 അതിലൊരു 200 കോടി അന്നേരം മരിച്ചിവിടെ കിടക്കും. ബാക്കി 325 അതിലൊരു 200 കൈയൊടിഞ്ഞ് തലചതഞ്ഞ് ഇവിടെ കിടക്കും. ഇവിടെ എന്തോ സംഭവിച്ചെന്ന് റോഡിൽ അറിയത്തില്ല. 78 ബോഗിയുള്ള ട്രെയിൻ എടുത്തോണ്ട് പോയെങ്കിൽ ഈ ലോകത്തിലെ മുഴുവൻ കെട്ടിടങ്ങളിൽ നല്ലയൊന്ന് ഇടിഞ്ഞ് താഴെ വരും. പാലങ്ങളും പാളങ്ങളും കാണത്തില്ല. ഈ മനുഷ്യൻ വെച്ചിരിക്കുന്ന സാറ്റലൈറ്റ് നിലമ്പൊത്തും. ഇലക്ട്രിക് ടവർ കാണത്തില്ല. സക്രിയാവ് 14:6 പറയുന്നത്, സന്ധ്യയുമല്ല രാവിലെയുമല്ല, സന്ധ്യാ വെളിച്ചം പോലാകും. സൂര്യനെ കർത്താവ് ഒരു അല്പസമയത്തേക്കോട് മാറ്റും. വായിച്ചേ, സക്രിയാവ് 14:6. എൻ്റെ പ്രിയൻ ആകാശമേഘത്തിലിരുന്ന് വെറും കുഞ്ഞുകളിയല്ല. ഈ 2000 വർഷമായിട്ട് പരിശുദ്ധാത്മാവിൽ ദൈവദാസന്മാരെ കൊണ്ട് പ്രസംഗിപ്പിച്ചിട്ട് മനുഷ്യർക്ക് മാനസാന്തരപ്പെടാൻ അവസരം കൊടുത്തിട്ട് നിരാകരിച്ച് പാപത്തിൽ ജീവിക്കുന്നവർ ഓർക്കണ്ട. പിറ്റേ ദിവസം സൂപ്പറായിട്ട് ഇറങ്ങിപ്പോകാം, ഭക്ഷണം കഴിക്കാം, കാറേ കയറാം, AC ഓൺ ചെയ്യാൻ നത്തിങ്. തകർച്ചയുടെ നടുവിലേക്ക് വരിക. അവയമായി ചെയ്യും. അന്നാളിൽ വെളിച്ചമുണ്ടാകത്തില്ല. ജ്യോതിർഗോളങ്ങൾ മാറിപ്പോകും. യഹോവ മാത്രം അറിയുന്ന ഒരു ദിവസം വരും. അത് പകലല്ല, രാത്രിയുമല്ല, സന്ധ്യാസമയത്തെ വെളിച്ചം പോലെ ഇരിക്കും. അറിയാവോ, അതാണ് കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും സ്വർഗത്തിൽ നിറങ്ങി വരും. ഒരു സന്നാഹമാ. കഴിഞ്ഞ പ്രാവശ്യം വന്നതുപോലല്ല. കഴിഞ്ഞ പ്രാവശ്യം മാനവജാതിയെ രക്ഷിക്കാൻ അവൻ മനുഷ്യനായി അവതരിച്ചെങ്കിൽ അടുത്ത പ്രാവശ്യം വരുന്നത് ആ രക്ഷ ആരെല്ലാം സ്വീകരിച്ചോ അവരെ ചേർക്കാൻ എന്റെ പ്രിയൻ തേജസ്സോടെ വരും. തീർന്നില്ല. എനിക്ക് വലിയ സന്തോഷം അറിയോ, ഇടിയും മിന്നലും വർദ്ധിച്ചു. ഒത്തിരി പേര് മരിക്കുന്നുണ്ട്. എനിക്കതിലെ സങ്കടമാണെങ്കിലും സന്തോഷ വർത്തമാനം പറയാം. എന്തുകൊണ്ട് വേനൽ മഴ ലോകത്തിലെ എല്ലായിടത്തും? ഒരു ചോദ്യം ശാസ്ത്രം ചോദിക്കുന്നു, എന്തുകൊണ്ട് വേനൽ മഴ എല്ലായിടത്തും? തീർന്നില്ല. ഇടിയും മിന്നൽ ഉഷ്ണരാജ്യത്തെ വരാവുള്ളൂ. ഉഷ്ണ മേഖലയിൽ പോലും വരാൻ പാടില്ല. ഗൾഫിൽ വരാൻ പാടില്ല ഇടിയും മിന്നലും. അമേരിക്ക, കാനഡ, അലാസ്ക, റഷ്യ, ഇവിടെ ഇടിയും മിന്നലും വരാൻ പാടില്ല. കാരണം മുമ്പേ പറഞ്ഞതാ. കാരണം വായു ചൂട് പിടിച്ച് വെള്ളം മേലോട്ട് പോയി ഐസ് കട്ടയും വെള്ളകണം കൂടെ കൂട്ടി ഉരയണം. അന്നേരം വൈദ്യുതി ഉണ്ടാകത്തുള്ളൂ, ഇടി ഉണ്ടാകത്തുള്ളൂ. അത് ഉഷ്ണമേഖലയിലെ പരിപാടി. ഉഷ്ണമേഖലാ രാജ്യങ്ങളിൽ വായു ചൂടാവും.
80, 90 ഡിഗ്രി 60 ഡിഗ്രി ആയി മേലോട്ട് കയറും. അവിടുന്ന് കാറ്റടിച്ച് കിഴക്കോട്ട് വരുമ്പോഴാണ് ഈ കൂട്ടിമുട്ടി വൈദ്യുതി ഉണ്ടാകുന്നത്. അത് നമ്മുടെ രാജ്യം പോലെ ആഫ്രിക്ക രാജ്യം പോലുള്ള ഇതേ വരാവുള്ളൂ. ബാക്കി തണുപ്പ് രാജ്യങ്ങൾ ഇത് വരാൻ പാടില്ല. കാരണം അവിടെ ഇടിയും മിന്നലും ഇല്ല. പക്ഷെ ഇപ്പോഴുണ്ടല്ലോ ഇതിനേക്കാൾ അടിപൊളി ഇടിയാ അവിടെ അല്ല. ഞാനൊരു തണുപ്പ് രാജ്യത്ത് നിന്നപ്പോൾ ഒരു സഹോദരി ലാലിക്കുട്ടി എന്നോട് പറഞ്ഞു, എൻ്റെ അങ്കിളെ ഇവിടെ വരാൻ ഒരു ആവശ്യവുമില്ല, ഇഷ്ടം പോലെ സ്വത്ത് നാട്ടിലുണ്ട്. 3ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ മുതൽ എനിക്ക് ഇടിയും മിന്നലും പേടിയാ. അന്നേരം ഓർത്തപ്പോൾ എല്ലാവരും പറഞ്ഞു ഇവിടെ ഇല്ലെന്നേ, അതിന് വന്നതാ. ഇപ്പം അടിപൊളി, ഇവിടെ ഞാൻ തിരിച്ചു പോരുക. പ്രൈസ് ദി ലോർഡ്. സകല തണുപ്പ് രാജ്യങ്ങളിൽ ഇടിയും മിന്നലും. എന്തുകൊണ്ട് അവരും ചോദിക്കുന്നു, എന്തുകൊണ്ട് അകാലത്തിൽ വേനൽ മഴ, എന്തുകൊണ്ട് ഇടി? ഞാൻ അഭിമാനിക്കുന്നു, കേരളത്തിലെ ശാസ്ത്രജ്ഞന്മാരാ കണ്ടുപിടിച്ചത്. റബ്ബർ ബോർഡിലെ അവർ കാരണത്തിന്റെ ഒരു നല്ല ശതമാനം കണ്ടുപിടിച്ചു. അവർ പറയുന്നു, ഡിസ്പ്ലേ ഓഫ് ദി ക്ലൗഡ്സ് ഹാവ് ബീൻ ചേഞ്ച്ഡ്. മേഘങ്ങളുടെ അടുക്കിൽ വ്യത്യാസം. മേഘങ്ങളുടെ അടുക്കിൽ വ്യത്യാസം കൊണ്ട് മേഘങ്ങൾ തമ്മിൽ വരയുമ്പോൾ ഇടിയും മിന്നലും വേനൽ മഴയും. മേഘങ്ങളുടെ അടുക്കിൽ എന്തുകൊണ്ട് വ്യത്യാസം? അതെ, അതിനൊരു കാരണമുണ്ട്. പൗലോസ് പറഞ്ഞ കേട്ടോ, ഇങ്ങനെ നാം മേഘങ്ങളിൽ എടുക്കപ്പെടും. പ്രൈസ് ഗോഡ്. ഇങ്ങനെ നാം മേഘങ്ങളിൽ എടുക്കപ്പെടും. ഞാൻ പറയട്ടെ, അല്പം പുറകോട്ട് നിങ്ങളെ കൊണ്ടുപോകാം. പട്ടിണി കിടന്ന യാക്കോബെ, മരുമക്കള് പെമ്പിള്ളേരെ പട്ടിണി, അരി മേടിക്കാൻ പോയിരിക്കുക ഭർത്താക്കന്മാര്. എവിടാ പോയിരിക്കുന്നേ? അറിയാവുന്നവർ സഹകരിച്ചേ. ഈജിപ്തിൽ. അന്നേരം മുതൽ അപ്പന് ടെൻഷൻ, ഭാര്യമാർക്ക് ടെൻഷൻ. കാരണം ഈ പോയതൊക്കെ മൂപ്പന്മാരാന്ന് പേരേ ഉള്ളൂ, എല്ലാം കയ്യിലിരിപ്പ് കുഴച്ചില്ല. എവിടെ ചെന്നാലും അടി നടത്തിയേച്ച് വരും. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ പേടിയാ. അപ്പന് ടെൻഷൻ, ഭാര്യമാർക്ക് ടെൻഷൻ. അവർ ഓർത്ത് ഉദ്ദേശിച്ച സമയത്ത് വന്നില്ല. അന്നേരം അവരോർക്ക് എൻ്റെ പൊന്നെ അരിയില്ലേലും പോയ ഷേപ്പിൽ ഇങ്ങ് വന്നാൽ മതി. തിരുമാനും ഹോട്ടുപാട്ടൊക്കെ വെച്ച് ചൂട് പിടിക്കാനും ഒന്നും ഇടവരാതെ ഇങ്ങനെ വന്നാൽ മതി എന്ന് അവരിതിരിക്കുക. അപ്പനും നോക്കിയിരിക്കുക. ഇതെന്താണെന്നറിയാൻ മേല. താമസിക്കുന്നു. ഒരെണ്ണം ഗുണം പിടിച്ചതല്ല, കയ്യിലിരിപ്പ് മോശമാ. ഒരുത്തൻ്റെ ഇന്നത്തെ ഭാഷ സൈക്കിൾ ചെയ്യും, വേറൊരുത്തൻ്റെ മുളക് പൊടി. ബൈബിള് ഭാഷയാ. ശീമോന്റെ ലേവിയുടെ ആയുധങ്ങൾ, സാഹസത്തിന്റെ വാളുകൾ. ഞാൻ അതിനെ നമ്മുടെ ഭാഷ പറഞ്ഞതേ ഉള്ളൂ. എല്ലാവരും മുളക് പൊടിയും കൊണ്ട് പോയെന്നല്ല. അങ്ങനെ ഇരിക്കുമ്പോൾ വെറും ഗ്രാമം. നമ്മുടെ ഈ തൃപ്പൂണിത്തുറ പോലെയുള്ള സ്ഥലമല്ല, കുഗ്രാമം, പൊടിയുള്ള റോഡ്, നല്ല വണ്ടിയൊന്നും വരികയില്ല. വർഷം എത്ര? 10,000-500 വർഷം മുമ്പുള്ള സംഭവമാണ്. അവർ നോക്കിയപ്പോൾ റോഡിൽ പൊടി പൊങ്ങുന്നു. അപ്പം നോക്കിയപ്പോൾ സ്വർണ്ണരഥം. ജീവിതത്തെ കണ്ടിട്ടില്ല സ്വർണ്ണരഥം. ഇതെന്നാ നോക്കി, മരുമക്കളും വന്നിറങ്ങി, പെമ്പിള്ളേരും വന്നിറങ്ങി നോക്കി, ഇതെന്താണ് സ്വർണ്ണരഥം? ഇവർ അതിശയിച്ചു. എന്നാ? അതിനകത്ത് അരിമേടിക്കാൻ പോയ പുള്ളികളായിരിക്കുന്നത്. കാർഡിയാക് അറസ്റ്റ് ഉള്ള കാലമല്ല, അല്ലെ അന്നേരം യാക്കോബ് തട്ടിപ്പോയേനെ. അരി മേടിക്കാൻ ചാക്കും കൊണ്ടുപോയ സ്വർണ്ണരഥത്തിൽ വരിക. നിങ്ങളൊന്ന് ചിന്തിച്ചേ. ഉടനെ ഈ അപ്പന്റെ മുഖവും ഭാര്യമാരുടെ വല്ലായ്മയും കണ്ട് ഇവര് പറഞ്ഞ്, പേടിക്കണ്ട, ഒരു കുഴപ്പവും ഞങ്ങൾ ഉണ്ടാക്കിയിട്ടില്ല. പിന്നെ നമ്മുടെ സഹോദരൻ ഈജിപ്തിൽ പ്രൈം മിനിസ്റ്റർ. അതിനിടയ്ക്കുള്ളതെല്ലാം ഡാഷ് 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 കാണിച്ച കുഴപ്പമില്ല. നമ്മുടെ സഹോദരൻ എവിടെയാ? ഈജിപ്തിൽ പ്രധാനമന്ത്രി. നിങ്ങളുടെ കാര്യം അവിടുത്തെ രാജാവിനോട് ഞങ്ങൾ പറഞ്ഞു. ഉടനെ രാജാവ് തിരുമനസ്സുകൊണ്ട് നിങ്ങളെ അച്ചായനെയും കൊണ്ടുപോകാൻ അയച്ച രഥമായത്. ഇത് രാജാവിന്റെ രഥമാ. ഇത് നിങ്ങളെ കൊണ്ടുപോകാൻ അയച്ചതാ. ദൈവമക്കളെ, ഒരു വിജാതീയ രാജാവെ തൻ്റെ പ്രധാനമന്ത്രിയുടെ സഹോദരന്മാരുടെ ഭാര്യമാരെയും വൃദ്ധനായ പിതാവിനെയും കൊണ്ടുചെല്ലാൻ ഒരു ലോകരാജാവെ തൻ്റെ രഥമയച്ചെങ്കിൽ രാജാക്കന്മാരുടെ രാജാവായ യഹോവയായ ദൈവം തൻ്റെ പുത്രനായ ക്രിസ്തുവിന്റെ മണവാട്ടിയായ സഭയെ കൊണ്ടുപോകാൻ തൻ്റെ വാഹനം അയച്ചു കഴിഞ്ഞു. ഓൾറെഡി ഹി ഹാസ് സെന്റ്. ഹല്ലേലൂയ. അതാണ് എനിക്ക് സന്തോഷം. അതോർത്താൽ ഞാൻ ഇവിടെ നിന്ന് തുള്ളും. കാരണം പൗലോസ് ലീഗ പറഞ്ഞു, മേഘങ്ങളെ തന്റെ തേരാക്കി ചിറകിന്മേൽ സഞ്ചരിക്കുന്നു. സങ്കീർത്തനക്കാരൻ പറഞ്ഞു, പൗലോസ് ലീഗ പറഞ്ഞു, നാം മേഘങ്ങളിൽ എടുക്കപ്പെടും. എന്നാൽ ഒരു മേഘം പ്രത്യക്ഷമായി. സയൻസ് ആ മേഘത്തിനിട്ടിരിക്കുന്ന പേര് ക്യൂമിനോ നിംബ്യൂസ്. നിംബ്യൂസ് എന്ന് പറയുന്നത് സയന്റിഫിക്കൽ നെയിം ഫോർ ക്ലൗഡ്സ്. ക്യൂമുലോ നിംബ്യൂസിന് ഒരു വലിയ പ്രത്യേകത, ഓക്സിജൻ ഉണ്ട്. അത് മന്നം താഴുക, 1 ഇഞ്ച് താഴുക. പ്ലെയിനിൽ യാത്ര ചെയ്യുന്നത് നിങ്ങൾക്ക് അറിയാമല്ലോ. 35,000 അടി പൊക്കത്തിലാക്കി ഇങ്ങോട്ട് വരുന്ന ദുബൈയിൽ നിന്ന് ആകാശത്തിന് 2ാമത്തെ തട്ടില വന്നേ. നെടുമ്പാശ്ശേരി ഒന്ന് നേരെ ഡൗൺ അടിക്കുകയല്ല, അടിച്ചാൽ പിന്നെ ഒന്നുമില്ല.
അല്ലേ? ഇനി മണിക്കൂറുകൾ മുമ്പ് പറയും വി ആർ ഗോയിങ് ടു ലാൻഡ്, എല്ലാം ബെൽറ്റൊക്കെ മുറുകിക്കോ, റെഡി. പതുക്കെ താഴുക. 30,000, 25,000, 20,000, 10,000, ഇല്ലേ? ഒടുവിൽ 50 അടി, ഒടുവിൽ ഒരടി താന്ന് മുട്ടും. ഇതുപോലെ എൻ്റെ പ്രിയൻ തൻ്റെ മണവാട്ടി ചേർക്കുന്ന വാഹനം മേളിലിട്ട് കഴിഞ്ഞു. നിങ്ങളൊരു ആറ്റിലോട്ട് ചെല്ലണം. ആറിൻ്റെ സൈഡിൽ കൊച്ചു വള്ളങ്ങൾ കെട്ടിയിട്ടിരിക്കുക. ആറിൻ്റെ നടുക്കൂടെ ഒരു പടുകൂറ്റം ബോട്ട് പോട്ടെ. ബോട്ട് പാസ് ചെയ്ത് 5 മിനിറ്റോ 2 മിനിറ്റോ കഴിഞ്ഞ് സൈഡിലോട്ട് നോക്കിക്കേ, കൊച്ചു വള്ളങ്ങൾ കിടന്ന് ഒലയും. എന്താ? ആ വലിയ ബോട്ട് പോയതിൻ്റെ ചിറ്റോളമെന്ന് അടിച്ചതാ. ഇതുപോലെ ആ പടുകൂറ്റൻ മേഘം ലോകത്തിന്റെ 194 രാജ്യങ്ങളിലുമുള്ള മണവാട്ടിയെ ചേർക്കുവാൻ ഓരോ ഇഞ്ച് താഴുമ്പോൾ ആ പ്രഷർ കൊണ്ട് ഇതര മേഘങ്ങൾ കൂട്ടിമുട്ടി ഇടിയും മിന്നലും അകാലത്തിൽ ഉണ്ടാകുമ്പോൾ ഒരു കാര്യം ഓർത്തോണം, ഓരോ ഇടിയും മിന്നലും കാണുമ്പോൾ ഓരോ സ്തോത്രം പറഞ്ഞോണം. എന്റെ വാഹനം മേളിൽ വന്നു, എന്റെ പ്രിയൻ എന്നെ ചേർക്കുവാൻ വന്നു. ഹല്ലേലൂയ. ഇത് സംഭവിച്ചു തുടങ്ങുമ്പോൾ നിങ്ങളുടെ വീണ്ടെടുപ്പെടുത്തത് കൊണ്ട് തല ഉയർത്തുകയും ഈ ലോകം തീരും, ശവപ്പറമ്പാകും, ടെലികമ്മ്യൂണിക്കേഷൻ താഴെ വരും, സാറ്റലൈറ്റ് താഴെ വരും, റോഡുകൾ കാണത്തില്ല. അതാ ഞാൻ പറഞ്ഞത് 78 ബോഗി എടുത്തോണ്ട് പോയെങ്കിൽ ഞങ്ങളുടെ അവിടെയൊക്കെ ഒരു മഴ പെയ്ത് 2 അവർ ഓടി ഞാൻ ഒരാഴ്ച കറണ്ടില്ല. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ ലോകം കീഴ്മേൽ പറഞ്ഞാലോ എങ്ങനെ ഇരിക്കും? ഇവിടെ എന്ത് സംഭവിച്ചെന്ന റോഡിൽ അറിയത്തില്ല. അധികാരികൾക്കൊന്നും ചെയ്യാനൊക്കത്തില്ല, അവരും നല്ലപോലെ മരിക്കും, ഒന്നും ചെയ്യാനൊക്കത്തില്ല. അതാണ് റാപ്ചർ. അല്ലാതെ നമ്മൾ അങ്ങോട്ട് പോകും, രാവിലെ പേപ്പർ വരും, പാലുകാരൻ പാല് കൊണ്ടുവരും, ചായക്കട തുറന്ന് ദോശ, നത്തിങ്. മുഴുവൻ ശവവും കിടക്കും. വായിച്ച കേട്ടോ? ശവം ഇങ്ങനെ പെരുത്ത് കിടക്കും. അതിനിടയിലുണ്ടല്ലോ എന്തോ കിടക്കുമെന്നറിയാവോ? മുറിവേറ്റവൻ കൈയൊടിഞ്ഞും കാലൊടിഞ്ഞും തലചൊതിഞ്ഞും കിടക്കും. പരിശുദ്ധാത്മാവ് മാറും. ഒരു ചെറിയ മൈനോറിറ്റി കാണും ആരോഗ്യമുള്ളവർ, അവരേത് ഹീനപ്രവൃത്തിയും ചെയ്യും. കോട്ടയത്ത് നിന്നൊരു ഫാമിലി 3 മാസം മുമ്പ് എറണാകുളത്തിന് വന്നു. ഇനോവ കാറ്. ആ ലേഡിയാ ഓടിച്ചത്, അക്കമ്മ. ഭർത്താവ് സൈഡിൽ ഇരിക്കുക. വണ്ടി വന്നു, ഏറ്റുമാനൂർ കഴിഞ്ഞ് ഇങ്ങോട്ട് വന്നു. പട്ടാപ്പകൽ 10:30 മണി. എതിരെ ഒരു ബസ് എന്നതാ, വേറെ സ്റ്റേറ്റിലെ. ചെന്ന് ഒരൊറ്റ ഇടി ഇനോവയുടെ പകുതി പോയി. ഹസ്ബൻഡ് സൈഡിൽ ഇരുന്നാൾ സ്പോട്ടിൽ മരിച്ചു. 8 മിനിറ്റിനാണ് നാട്ടുകാർ കൂടി വണ്ടി പൊട്ടിപ്പൊളിച്ചു. 8 മിനിറ്റ് കഴിഞ്ഞാൽ ഹൈവേ പോലീസ് വന്നു. വെറും വിതിൻ 8 മിനിറ്റ്സ് എല്ലാം സംഭവിച്ചു. ഈ സഹോദരനെ ബോഡി മരിച്ചുപോയി എടുത്ത് വെളിയിൽ, ഈ സഹോദരി രക്തത്തിൽ കുളിച്ച് കിടക്കുന്നു. എടുത്ത് വെറും 8 മിനിറ്റ്. അറിയാമോ? ഈ 8 മിനിറ്റ് എല്ലാം നടന്നു. പോലീസ് അന്നേരെ വന്നു. പക്ഷേ സഹോദരിയുടെ കയ്യെ കിടന്ന 12 വളയും മരിച്ചുപോയ പുള്ളിക്കാരൻ്റെ കഴുത്തെ കിടന്ന 14 പവന്റെ മാലയും എതിലേ പോയെന്ന് കണ്ടില്ല. റാപ്ചർ ഒന്നുമില്ല, അടിച്ചോണ്ട് പോയി. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. എങ്കിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അങ്ങോട്ട് മാറി. കോടിക്കണക്കിന് ശവം ഇവിടെ കിടക്കുമ്പോൾ അധികാരികൾക്ക് എന്ത് ചെയ്യാൻ അറിയാൻ മേല. നോക്കിക്കേ, ഒരു സുനാമി അടിച്ചതിന്റെ ബാക്കി ഇതുവരെ വീട് വെച്ച് തീർത്തില്ല. തീർത്തോ? ഇല്ല. എങ്കിൽ ഈ കലാമിറ്റിക്ക് ആർക്കും ഉത്തരം കൊടുക്കാൻ ഒക്കത്തില്ല. അന്നേരമാണ് ഒരുത്തം പറയും, ഞാൻ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കാം. അതാണ് അന്തിക്രിസ്തു, പിശാച്. അവൻ വന്ന് സെറ്റനിറ്റിക് പവറിൽ ശവമെല്ലാം ക്രിമിനേറ്റ് ചെയ്യും. വീണ് കിടക്കുന്ന സാറ്റലൈറ്റ് എടുത്ത് മേളി വെക്കും, അത്ഭുതങ്ങൾ ചെയ്യും. അതാ കർത്താവ് പറഞ്ഞു, ഞാൻ എൻ്റെ സ്വന്തം നാമത്തിൽ വന്നു, നിങ്ങൾ എന്നെ കൈക്കൊണ്ടില്ല. മറ്റൊരുത്തൻ, ഞാൻ എൻ്റെ പിതാവിൻ്റെ നാമത്തിൽ വന്നു, സോറി, നിങ്ങൾ എന്നെ കൈക്കൊണ്ടില്ല. മറ്റൊരുത്തൻ സ്വന്തം നാമത്തിൽ വരും, നിങ്ങൾ അവനെ കൈക്കൊള്ളും. അവിടെ തുടങ്ങും മഹോപദ്രവം. അന്ന് ജീവിക്കുന്നവർക്ക് അയ്യോ കഷ്ടം. അന്ന് ജീവിക്കുന്നവർ വെളിപ്പാട് 9:6 പറയുന്നുണ്ട്, മരിക്കാൻ കൊതിക്കും, മരണം നടക്കത്തില്ല. അത് മറ്റൊരു ആക്ഷനാ. തമ്പുരാൻ 5 മാസത്തേക്ക് ഒരൊറ്റ ശവപ്പെട്ടി ഈ ഭൂമി വിൽക്കത്തില്ല. സയൻസ് അത് കണ്ടുപിടിച്ചു. ഒറ്റ എണ്ണം ചാകാൻ ഒക്കത്തില്ല. എങ്കിൽ ദൈവമക്കളെ, ഇതിന്റെ അടയാളങ്ങളാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഇത് സംഭവിച്ചു തുടങ്ങുമ്പോൾ നിങ്ങളുടെ വീണ്ടെടുപ്പെടുത്തു. എങ്കിൽ വായിച്ച കുറിവാക്യത്തിലേക്ക് വരാം. ഇതിന്റെ അടയാളമാണ് സൂര്യനിൽ, ചന്ദ്രനിൽ, നക്ഷത്രത്തിൽ ലക്ഷ്യം, കടലിന്റെയും ഓളത്തിന്റെയും മുഴക്കം, ആകാശത്തിന്റെ ശക്തികൾ ഇളകിപ്പോകും. ലൂക്കോസ് 21:11 ഭൂമി കുലുക്കം അവിടെ ഉണ്ടാകും. എന്താണ് ഈ ഭൂമിക്ക് പ്രത്യേകത? ഇതുപോലൊരു പ്ലാനറ്റ് ഒരിടത്തുമില്ല. 10,000 കോടി നക്ഷത്രമുണ്ട് നമ്മുടെ ഈ ഗാലക്സിയിൽ. 10,000 കോടി നക്ഷത്രത്തിൽ ചെറിയൊരു നക്ഷത്രം സൂര്യൻ. സൂര്യനെ ചുറ്റിപ്പറ്റുന്ന 9 ഗ്രഹങ്ങളായിരുന്നു, ഇന്ന് 8 ഉള്ളൂ. ഒരെണ്ണം മാറ്റി. അതിനൊരു ഉദ്ദേശമുണ്ട്. 9 ഗ്രഹങ്ങൾ. ഈ 9 ഗ്രഹങ്ങൾക്കും ചൂട് ലഭിക്കുന്നത് സൂര്യനിൽ നിന്നും. ചൂടിന്റെ അളവ് നിങ്ങൾ കേട്ടാൽ മനസ്സിലാകും ദൈവം എങ്ങനെ ഈ ഭൂമിയെ സൃഷ്ടിച്ചു. സൂര്യനിൽ നിന്നും അടുത്ത് നിൽക്കുന്നത് ഒന്നാമത്തെ ഗ്രഹം മെർക്കുറി, ബുധൻ. സൂര്യന്റെ ചൂട് അവന് കിട്ടുന്നത് 425 ഡിഗ്രി.
രണ്ടാമത്തത് വീനസ്, ശുക്രൻ. സൂര്യന്റെ ചൂട് അവിടെ വരുമ്പോൾ 485 ഡിഗ്രി. മൂന്നാമത് തൃപ്പൂണിത്തുറ ഉൾപ്പെടുന്ന ഭൂമി, ചൂട് കേൾക്കണോ, 20 ഡിഗ്രി താണു. 98.5 ഡിഗ്രി, 4 ഡിഗ്രി എൻ്റെ നിങ്ങളുടെ ടെമ്പറേച്ചർ നോർമൽ. ലോകത്തിൽ എല്ലാവരുടെയും. സായിപ്പ് വെളുത്താണ്, ഇച്ചിരി കൂടുതലൊന്നും കൊടുത്തില്ല, കൊടുത്ത അവന് പനിയാ. പ്രൈസ് ദി ലോർഡ്. 98.5 ഡിഗ്രി ചൂടിൽ ഈ ലോകത്തിൽ മനുഷ്യൻ ജീവിക്കണമെങ്കിൽ ഭൂമിയുടെ ടെമ്പറേച്ചർ 20 to 40 ആകാവുള്ളൂ. അതുകൊണ്ടായി ഭൂമിക്ക് മാത്രം 20. നമ്മുടെ അപ്പുറത്ത് നിൽക്കുന്ന പുള്ളിയുടെ പേരാണ് ചൊവ്വ, മാഴ്സ്. അവന്റെ ചൂട് 141 ഡിഗ്രി. അതിനപ്പുറത്ത് നിൽക്കുന്നു പടുകൂറ്റൻ വ്യാഴൻ, ജൂപ്പിറ്റർ. അവന്റെ ചൂട് കേൾക്കണോ, 125. പഠിക്കുന്ന കുട്ടികൾ പറ, വ്യാഴം കഴിഞ്ഞാൽ അടുത്ത എന്നതാ? വെള്ളിയോ? വെള്ളിയില്ല, അതൊരു ദിവസമാ. അത് കൊള്ളാം. വ്യാഴം കഴിഞ്ഞാൽ എന്താ? സാറ്റൻ. പ്രൈസ് ദി ലോർഡ്. അവന്റെ ചൂട് 127. പിന്നെ യുറാനസ് 193. പിന്നെ നെപ്റ്റ്യൂൺ 193. പിന്നെ കർത്താവ് വെട്ടി മാറ്റി വിട്ട പ്ലൂട്ടോ, അതിന് 217. ഈ 9 ഗ്രഹങ്ങളിൽ ഭൂമിക്ക് മാത്രം എന്താ ഈ ചൂടിങ്ങനെ? മാത്രമല്ല ഈ ഭൂമിക്കുള്ള ഘടകം വേറെ ഒരു ഗ്രഹത്തിലുമില്ല. കുടിക്കാൻ പറ്റിയ വെള്ളം വേറെ എങ്ങുമില്ല. നോവേർ. വെള്ളം കുടിക്കാനുള്ള രുചിയുള്ള വെള്ളം വേറെ എങ്ങുമില്ല. ശ്വസിക്കാൻ ഓക്സിജൻ വേറെ എങ്ങുമില്ല, ഇവിടെ മാത്രം. ഞാൻ പറഞ്ഞില്ലേ, ഒരു വർഷം ഞാൻ നിങ്ങൾ ശ്വസിക്കുന്നത് 2 ലക്ഷം ടണ്ണാ ഒരു വർഷം. അപ്പം ഞാൻ ഇതുവരെ 1,42,00,000 ടൺ വലിച്ചു കയറ്റി, എന്നിട്ട് വല്ല കുറവുണ്ടോ? എൻ്റെ ദൈവത്തിൻ്റെ സിസ്റ്റം കണ്ടോ? പ്രൈസ് ദി ലോർഡ്. ഒന്ന് കരങ്ങളെ ഓർത്ത് സ്തുതിച്ചാൽ നഷ്ടമില്ല. പ്രൈസ് ദി ലോർഡ്. ഇവിടെ മാത്രം കുടിക്കാൻ വെള്ളം, ഇവിടെ മാത്രം എന്തുണ്ട്? ഇവിടെ മാത്രം പ്രൈസ് ദി ലോർഡ് എയർ ശ്വസിക്കാൻ. ഇവിടെ മാത്രം ഗ്രീനറി, ഹരിതവർണ്ണങ്ങൾ വേറെ ഒരിടത്തുമില്ല. ഇവിടെ മാത്രം ഇതര ജന്തുക്കൾ, പക്ഷി, മൃഗാദികൾ. ഇവിടെ മാത്രം 4 കാലാവസ്ഥ. പ്രൈസ് ദി ലോർഡ്. വിന്റർ, സമ്മർ, ഓട്ടമൻ, സ്പ്രിങ്. 4 കാലാവസ്ഥ ഈ ഭൂമിയിൽ മാത്രം 3 മാസം കൂടുമ്പോൾ ചേഞ്ച് ചെയ്യുന്നു സൈക്കിളെ. പ്രൈസ് ദി ലോർഡ്. ഇവിടെ മാത്രം ഒരു ശവം കുഴിച്ചിട്ടാൽ മണ്ണിനോട് അലിയും. ചൊവ്വായി കൊണ്ട് കുഴിച്ചിട്ട് അവിടെ കിടക്കും. പ്രൈസ് ദി ലോർഡ്. ഇവിടെ മാത്രം ചക്കക്കുരു കുഴിച്ചിട്ടാൽ കിളുക്കും. എന്താണെന്നറിയാമോ? കാരണമുണ്ട്. ബൈബിൾ പഠിപ്പിക്കുന്നുണ്ട്. 115 സങ്കീർത്തനത്തിന്റെ 16 വാക്യത്തിൽ റീസൺ ഉണ്ട്. ഒരു പിതാവ്, സ്നേഹസ്വരൂപനായ ഒരു പിതാവെ വീട് നിർമ്മിച്ച് ഫർണിഷ് ചെയ്ത് പെയിന്റ് അടിച്ച് മകന് കൊടുക്കുന്നത് പോലെ നമ്മുടെ ദൈവം ഈ ഭൂമി ആർക്ക് തന്നു? വായിക്കാം 115:16. സ്വർഗം യഹോവയുടെ സ്വർഗമാകുന്നു. അടുത്തത് കേട്ടോ, ഭൂമിയെ അവൻ മനുഷ്യർക്ക് കൊടുത്തിരിക്കുന്നു. മനുഷ്യർക്ക് തന്ന ഭൂമിയായത്. എന്നാൽ ദൈവത്തിന്റെ കൺസിഡറേഷൻ തീരാൻ പോവുക സഭ എടുക്കപ്പെടുന്ന അന്ന്. പിന്നെ നോ കൺസിഡറേഷൻ എമംഗ് ഹ്യൂമൻ ബീയിങ്. ദൈവത്തിന്റെ ക്രോധം ഭൂമിയിലേക്ക് ചൊരിയും. അതിനാ ഞങ്ങൾ ഇത് വിളിച്ചിങ്ങനെ പറയുന്നത്. ഞങ്ങളെ ഏൽപ്പിച്ചിരിക്കുക. ദൈവദാസന് നല്ല പ്രായത്തിൽ എന്തിനു അലച്ച് പാടുന്നു? ആ കൊച്ചിന് ആനെ ഓർത്ത് എല്ലാവരും കരങ്ങളെ ഓർത്ത് സ്തുതിച്ചേ. ഉച്ചക്ക് ഞങ്ങൾ ചോറുണ്ടപ്പം ഐസ്ക്രീം കൊടുത്തപ്പം കൊച്ചു പറഞ്ഞു വേണ്ട. അതിന് ഐസ്ക്രീം കൊതിയില്ലാഞ്ഞിട്ടല്ല, കഴിച്ചാൽ വൈകിട്ട് പാടാൻ മേലെന്ന്. നിങ്ങളെ പാട്ട് കേൾപ്പിക്കാൻ ആ കൊച്ചു ഐസ്ക്രീം മാറ്റി. അപ്പൊ അതിന്റെ മമ്മിയോട് പറഞ്ഞു സിസ്റ്റർ കഴിക്കാൻ. അന്ന് ഞാൻ കഴിച്ചാൽ കൊച്ചു നോക്കിയിരിക്കും, എനിക്കും വേണ്ട. പ്രൈസ് ദി ലോർഡ്. എന്താ ഒരു പാട്ട് പാടാൻ അത്രയും തയ്യാറായി എങ്കിൽ സ്വർഗത്തിലെ ദൈവം എത്ര കൃപ നമ്മളോട് ചെയ്തു. എന്തിനാ അവരിത് ചെയ്യുന്നത്? വൈദ്യപ്പഴപ്പനല്ല. എന്തിന് ഞാൻ ഇവിടെ വന്നു? അതേ ദൈവമക്കളെ, ദൈവ സ്നേഹം ഈ സംഭവിക്കാനുള്ള എല്ലാറ്റിൽ നിന്നും ഒഴിഞ്ഞു പോകുവാനും മനുഷ്യപുത്രന്റെ മുമ്പിൽ നിൽക്കാനും നിങ്ങൾ പ്രാപ്തരാക്കാൻ ആകുവാൻ യു ഷുഡ് ബി ക്വാളിഫൈഡ്. സ്റ്റാൻഡ് ബിഫോർ ജീസസ്. യു ഷുഡ് ബി ക്വാളിഫൈഡ് ഫോർ എ മെറി റാപ്ചർ. കൈവിടപ്പെട്ടു പോയാലുണ്ടല്ലോ ലോകം ഭരിക്കാൻ പോവുക. ഇത് മുഴുവൻ മാറുക. അതിന്റെ അടയാളമായി ഇപ്പോൾ കാണുന്നത് 7 സിസ്റ്റത്തിൽ ഈ ഭൂമി സയൻസ് സമ്മതിക്കുന്ന 7 സിസ്റ്റം മൂവായി പോയി.